കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്താണ്? അതിനുള്ളൊരു ഉത്തരമാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. 200 ലൈക്കിൻ്റെ ടാർഗറ്റ്. സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും മികച്ച സീസൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇവാൻ വുക്കോമനോവിച്ചിൻ്റെ ഫസ്റ്റ് സീസണാണ്. സോ ആ ഒരു സീസണിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് മിഡ്ഫീൽഡിൽ ഒരു വിദേശ താരമേ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ സീസണൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിന് മിഡ്ഫീൽഡിൽ ഒരു വിദേശ താരം ഉണ്ടായിരുന്നു. ബട്ട് ആ ഒരു സീസണിൽ സെൻട്രൽ മിഡ്ഫീൽഡ് കളിക്കാൻ വിദേശ താരങ്ങളെ ഇല്ലായിരുന്നു ആ ഒരു സീസണിൽ. ബട്ട് ആ ഒരു സീസൺ നമ്മുടെ മിഡ്ഫീൽഡിനെ നിയന്ത്രിച്ച 2 പേരുണ്ട്. ആ ഒരു പേരാണ് ജിക്സൺ സിംഗും പുട്ടിയും. സോ ഇവരെ 2 പേരെ നമ്മൾ നഷ്ടപ്പെടുത്തി. അതോടുകൂടി നമ്മുടെ മിഡ്ഫീൽഡ് അവസ്ഥ നിങ്ങളെല്ലാം കണ്ടതാണ്. വളരെയധികം മോശമായി മാറിയിരിക്കുകയാണ് നമ്മുടെ മിഡ്ഫീൽഡ് എന്ന് പറയുന്നത്. ഈ ഒരു സീസണിലേക്ക് നോക്കുമ്പോൾ മിഡ്ഫീൽഡൊന്നും അത്ര പവറേ അല്ല. കുറച്ച് എന്താ പറയുക, ശ്രദ്ധ കൊടുക്കുന്നതും അല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്ന ഫ്രെഡി മാത്രമാണ്. വിപിനും നമ്മൾ വിചാരിച്ചത്ര, അതായത് സീസണിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം നല്ല രീതിയിൽ കളിച്ചെങ്കിലും പിന്നീട് വിപിൻ ഫോം ഔട്ട് ആകുന്ന രീതിയും പരിക്കുമൊക്കെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. സോ ഓവറോൾ നോക്കുമ്പോൾ പുട്ടിയ അതുപോലെ തന്നെ നമ്മുടെ ജിക്സൺ സിംഗ് അവർ വഹിച്ചൊരു പങ്കെന്ന് പറയുന്നത് വേറെ ലെവലായിരുന്നു. സോ എന്തായാലും ഇനിയും പുട്ടിയ വരുമോ, ജിക്സൺ സിംഗ് ഒക്കെ ടീമിലേക്ക് വരുമോ എന്ന് നമുക്കറിയില്ല. സോ ഒരു കോംബോ എന്ന് പറയുന്നത് വേറെ ലെവലായിരുന്നു. അത് വർക്കൗട്ട് ചെയ്ത് ഇവാൻ വുക്കോമനോവിച്ചാണ്. സോ എല്ലാവരെയും ബ്ലാസ്റ്റേഴ്സ് കളഞ്ഞു. സോ ഇപ്പോൾ അഡ്രിയാൻ ലൂണ മാത്രമാണ് എന്നുള്ളത് നമ്മുടെ ടീമിലുള്ളത്. സോ എന്തായാലും അതേതിന് വിടുന്ന അഡ്രിയാൻ ലൂണ കഴിഞ്ഞ കളിയിലൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നോവാസുദയുടെ അൺവാണ്ടഡ് ടച്ചും അൺവാണ്ടഡ് ഡ്രിബിൾസും ഒക്കെ നമുക്ക് മത്സരത്തിൽ വലിയ രീതിയിലുള്ള തിരിച്ചടിയെ ഇതിൽ ഉറപ്പായിട്ടും പുട്ടിയും ജിക്സൺ സിംഗിനെയും നമ്മളെല്ലാം നല്ല രീതിയിൽ തന്നെ മിസ് ചെയ്യും.